സോഫ്റ്റ് ഡ്രിങ്ക് സെഗ്മെൻറ്റിലെ ഗ്ലോബൽ ജെയിൻ്റായ പെപ്സിക്കോ എന്ന കമ്പനി കഴിഞ്ഞ ദിവസം പെപ്സിക്കോയുടെ എമർജിംഗ് മാർക്കറ്റിലെ ഈ ക്വാർട്ടറിലെ പെർഫോമൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഈ പെർഫോമൻസ് റിപ്പോർട്ടിൽ ഇന്ത്യയിൽ കമ്പനി ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്താണ് അച്ചീവ് ചെയ്തത്. ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഏഷ്യ തുടങ്ങിയ റീജിയനുകളിൽ 2% ബിവറേജ് സെയിൽസ് കമ്പനി കൈവരിച്ചു. എന്നാൽ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കമ്പനിക്ക് നേടാൻ സാധിച്ചു. പാകിസ്ഥാനിൽ ലോ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്തും, മിഡിൽ ഈസ്റ്റിൽ മിഡ് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്തും, നൈജീരിയയിൽ മിഡ് സിംഗിൾ ഡിജിറ്റ് ഡിക്ലൈനുമാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. പെപ്സിക്കോ ബിവറേജുകൾ മാത്രമല്ല, മറിച്ച് ചില കൺവീനിയൻറ്റ് ഫുഡ് ഐറ്റങ്ങളും മാർക്കറ്റിലെത്തിക്കുന്നു. ഈ കൺവീനിയൻറ്റ് ഫുഡ് ഐറ്റങ്ങൾ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഏഷ്യ തുടങ്ങിയ റീജിയനുകളിൽ 1% വളർച്ച കൈവരിച്ചപ്പോൾ ഇന്ത്യയിൽ കൺവീനിയൻറ്റ് ഫുഡ് സെഗ്മെൻറ്റിലും 2% വളർച്ച പെപ്സിക്കോയ്ക്ക് കൈവരിക്കാൻ സാധിച്ചു. അതേസമയം പാകിസ്ഥാനിൽ കൺവീനിയൻറ്റ് ഫുഡ് സെഗ്മെൻറ്റിൽ കമ്പനി സ്ലൈറ്റ് സിംഗിൾ ഡിജിറ്റ് ഡ്രോപ്പും മിഡിൽ ഈസ്റ്റിൽ ഡബിൾ ഡിജിറ്റ് ഡ്രോപ്പുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എമർജിംഗ് മാർക്കറ്റുകളായ യൂറോപ്പ്, പോളണ്ട് തുടങ്ങിയവയിലും കമ്പനി ഡബിൾ ഡിജിറ്റ് ഓർഗാനിക് റവന്യൂ ഗ്രോത്ത് കൈവരിച്ചിട്ടുണ്ട്. ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയവയിൽ ഹൈ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് കൈവരിച്ചു. തായ്ലൻഡ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മിഡ് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്തും, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയവയിൽ ലോഡ് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്തുമാണ് കമ്പനി കൈവരിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെപ്സിക്കോ നടത്തിയ പെർഫോമൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അമേരിക്കൻ മാർക്കറ്റിൽ പെപ്സിക്കോ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ലായിരുന്നു. പ്രത്യേകിച്ചും ഡെവലപ്ഡ് മാർക്കറ്റുകളിൽ പെപ്സിക്കോ പറയുന്ന രീതിയിലുള്ള സെയിൽസ് വോളിയത്തിൽ ഗ്രോത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റാഗേർഡ് രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ച പെപ്സിക്കോ എന്ന സ്റ്റോക്ക് US മാർക്കറ്റിൽ ഇടിയുകയും ചെയ്തു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൈവരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി കമ്പനിയായ വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വരുൺ ബിവറേജ് 0.59% ഉയർന്ന് 1583 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 95. ഡിവിഡൻഡ് ഈൽഡ് 0.17%, 52 വീക്കായി 1672, 52 വീക്കിലോ 784. വരുൺ ബിവറേജ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഫ്ലാറ്റ് റിട്ടേൺ ആണ് നൽകിയത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 90% റിട്ടേൺ നൽകി. ലോങ് ടൈമിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 250 രൂപയിൽ നിന്നും ഏകദേശം 1600 രൂപ വരെ ഉയർന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കമ്പനി കാഴ്ചവെച്ചത്. 3 വർഷം കൊണ്ട് 522% റിട്ടേൺ കമ്പനി നൽകുകയും ചെയ്തു. വരുൺ ബിവറേജ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഓവർബോട്ട് സോണിലോ ഓവർ സോൾഡ് സോണിലോ അല്ല ട്രേഡ് ചെയ്യുന്നത്. അതേസമയം 5 ഡേ, 10 ഡേ, 20 ഡേ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് താഴെയും 30 ഡേ, 50 ഡേ, 100 ഡേ, 150 ഡേ, 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. വരുൺ ബിവറേജിനെ ആനന്ദ് റാട്ടി 1600-നും 1615-നും ഇടയിൽ അക്യുമുലേറ്റ് ചെയ്യാനും 1685 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാനും 1560 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നവോമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും വരുൺ ബിവറേജ് ലിമിറ്റഡിൽ വളരെയധികം ബുള്ളിഷാണ്. 2023 കമ്പനിയുടെ വോളിയം ഗ്രോത്ത് 2023 കറണ്ട് ഇയറിൽ കമ്പനിയുടെ വോളിയം ഗ്രോത്ത് 14%, വാല്യൂ ഗ്രോത്ത് 22% ഉയർന്നിരുന്നു. കൂടാതെ സോഫ്റ്റ് ഡ്രിങ്ക് സെഗ്മെൻറ്റിൽ ഇന്ത്യ 13% വളർച്ച കൈവരിക്കുകയും ചെയ്തു. ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക് സെഗ്മെൻറ്റിലെ ഒരു മാർക്കറ്റ് ലീഡർ കമ്പനിയായി മാറിക്കഴിയുകയും സെക്ടറിൽ നിന്ന് മികച്ച പെർഫോമൻസ് ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പറഞ്ഞ് 1865 രൂപയുടെ ടാർഗറ്റാണ് നവോമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് വരുൺ ബിവറേജിന് നൽകിയിരിക്കുന്നത്. മുമ്പ് വരുൺ ബിവറേജിന് 1687 രൂപയുടെ ടാർഗറ്റായിരുന്നു. ഗ്ലോബൽ ബ്രോക്കേജ് ഏജൻസിയായ CLSIയും വരുൺ ബിവറേജസ് ബുള്ളിഷാണ്. കമ്പനി അഫോർഡബിൾ റേഞ്ചിൽ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതും മാർക്കറ്റ് സൈസ് ക്യാപ്ചർ ചെയ്യുന്നതും കൂടാതെ മികച്ച ഗ്രോത്ത് നേടുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ CLSI വരുൺ ബിവറേജ് ലിമിറ്റഡിന് 1977 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. വരുൺ ബിവറേജ് പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ചെയ്യുന്നത് കൂടാതെ വരുൺ ബിവറേജിൻ്റെ പേരിലുള്ള ചില സോഫ്റ്റ് ഡ്രിങ്ക് പ്രൊഡക്റ്റുകളും മാർക്കറ്റിലെത്തിക്കുന്നു. വരുൺ ബിവറേജ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയായിരുന്നു. മുമ്പ് 1300-നും 1500-നും ഇടയിലുള്ള റേഞ്ചിലായിരുന്നു സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്തത്. അതിനുശേഷം 1500-ലൊരു ബ്രേക്കൗട്ട് വന്ന് 1650 വരെ ഉയർന്നിരുന്നു. പിന്നീട് 1500-ൻ്റെ സപ്പോർട്ടിലും 1650-ൻ്റെ റെസിസ്റ്റൻസിനും ഇടയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും 1600-നടുത്ത് സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. 1680
1750, ഈവൻ 1900 പോലുള്ള ടാർഗറ്റ് വരുൺ ബിവറേജ് ലിമിറ്റഡിൽ പ്രതീക്ഷിക്കാം. സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ബ്രേക്കൗട്ട് ലെവലായ 1500 അല്ലെങ്കിൽ 1525 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ റാലി, അതിനുശേഷം കൺസോളിഡേഷൻ, വീണ്ടും റാലി, ഈ രീതിയിലുള്ള ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്. കൂടാതെ പലപ്പോഴും ഫ്രീക്വൻറ്റ് കോർപ്പറേറ്റ് ആക്ഷനുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് FMCG സെഗ്മെൻറ്റിൽ ഡീസൻറ്റ് പെർഫോമൻസ് തരാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്